ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പെറ്റ്സുകളെല്ലാം നല്ല റേറ്റ് കുറവിന് ഒരുപാട് പ്രാവുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകൾ, പ്രാവുകൾ, മറ്റ് അസീല്, നാടൻ കോഴി അങ്ങനത്തെ ഏത് ഐറ്റംസും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20-30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഈ 2 ഫാൻറ്റെയിൽസ് വന്നിരിക്കുന്നത് 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ സാറ്റിനൊരു ബ്രീഡിംഗ് പെയർ വിത്ത് ഒരു ചിക്ക് 1000 രൂപ, പറവ പെയർ 500 രൂപ, നാടൻ പ്രാവുകൾ പെയർ 200 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവിനാണ് പ്രാവുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇഗ്വാനകളാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 2 ഫീറ്റ് ലെങ്ത്തുള്ള ഇഗ്വാനകൾ, ഗ്രീൻ ഇഗ്വാനകൾ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 14,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. ലെങ്ത്ത് വന്നിരിക്കുന്നത് 2 ഫീറ്റാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ ഇഗ്വാനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 14,000 രൂപയാണ് റേറ്റ് ആയിട്ട് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. പറവ പ്രാവുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു 5-8 പേരോളം പറവ പ്രാവുകൾ കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 250 രൂപയാണ് പറവയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കളേഴ്സിലുള്ള പറവ പ്രാവുകളുണ്ട്. അപ്പോൾ 5-8 പേരോളുണ്ട്. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏത് പറവ എടുത്താലും പീസ് റേറ്റ് 250 രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഒരു 5-8 പെയറുകളുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും പീസ് റേറ്റൊക്കെ സെയിം തന്നെ, 250 രൂപ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രീ അഡോപ്ഷൻ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പെറ്റ് ലവേഴ്സിനും പറ്റിയ ഫ്രീ അഡോപ്ഷൻസൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് നമുക്കായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കൂടുതൽ ഫ്രീ അഡോപ്ഷൻസും അതേപോലെ നല്ല ഓഫറിലുള്ള പെറ്റ്സിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും വീഡിയോസിൻ്റെ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ നിന്ന് ലാബിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമുള്ളത് നല്ല അടിപൊളി ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിയാണ് ലൊക്കേഷൻ. അപ്പോൾ നല്ല അടിപൊളി മെയിൽ ലാബാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അരോണ ഫിഷാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മാവേലിക്കരയാണ്. കൊല്ലം ജില്ലയിൽ മാവേലിക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5,500 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അതേപോലെ ഇത് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. നാടൻ കോഴി, താറാവ് അല്ലെങ്കിൽ പ്രാവുകളായിട്ടൊക്കെ എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ അരോണ ഫിഷിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നിന്ന് എടുക്കേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. 5,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇഗ്വാനയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ഫീറ്റ് ലെങ്ത്തുള്ള ഇഗ്വാന. ഇതിന് ചോദിക്കുന്ന റേറ്റ് 8,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. 8,000 രൂപ ഗ്രീൻ ഇഗ്വാന. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഗ്രീൻ ഇഗ്വാന സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 8,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. എറണാകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 ഫീറ്റ് ലെങ്ത്ത് വന്നിട്ടുള്ള ഗ്രീൻ ഇഗ്വാന 8,000 രൂപ.
ഡോബർമാൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. അമേരിക്കനും യൂറോപ്പിനും മിക്സ് ആയിട്ടുള്ള ഡോബർമാൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ഫീമെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത്. 6500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 75 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 6500 രൂപയാണ് ഇതിൻ്റെ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അമേരിക്കനും യൂറോപ്പിനും മിക്സ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 75 ദിവസം പ്രായമായത് 6500 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഫാദറും ഇത് മദറാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 9000 രൂപയാണ് പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. 9000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളുടെ ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല റേറ്റ് കുറവിനാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 400 രൂപ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ വേറെ ബ്രീഡിംഗ് പെയറുകളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ബ്രീഡിംഗ് പെയറുകളായിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ, മാസ്ക് വെറൈറ്റി ഉണ്ട്, ഒപ്പലൈൻ ഉണ്ട്, ഫിഷർ ഉണ്ട്. അതിനെല്ലാത്തിനും 1500 രൂപയാണ് ബ്രീഡിംഗ് പെയറുകൾ വരുന്നത്. അതേപോലെ കൊനൂറിൽ വന്നിരിക്കുന്നത് ഗ്രീൻ ചീക്ക് കൊനൂറിന് പെയറിന് 5000 രൂപ, പൈനാപ്പിൾ കൊനൂറിന് പെയറിന് 5500 രൂപ. ഒരു ബ്രീഡിംഗ് പെയർ പൈനാപ്പിൾ കൊനൂറും അതേപോലെ 2 ബ്രീഡിംഗ് പെയർ ഗ്രീൻ ചീക്ക് കൊനൂറുണ്ട്. അതേപോലെ ഒരു ടേംഡ് ആയിട്ടുള്ള ഫീമെയിലുണ്ട്, അതിന് 3000 രൂപ ഗ്രീൻ ചീക്ക്. ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് ഇനി കുറച്ചധികം പേർഷ്യൻ കാറ്റുകൾ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പേർഷ്യൻ കാറ്റുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ഒരു 3-4-5 കാറ്റുകളുണ്ട് സെയിലിനായിട്ട്, നല്ല അടിപൊളി കാറ്റുകൾ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 1.5 വയസ്സ് പ്രായമുള്ളൊരു ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ കാറ്റാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ് ഈ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ കാറ്റ് ഗോൾഡൻ കളറ് 3000 രൂപ, 1.5 വയസ്സ് പ്രായം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പഞ്ച് ഫേസ് ഒരു മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളത് സ്റ്റഡിങ് മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഈ പഞ്ച് ഫേസ് കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടുള്ളൊരു മെയിലാണ്, സ്റ്റഡിങ് മെയിലാണ്. 4-5 കിറ്റൻസൊക്കെ കിട്ടുന്ന സ്റ്റഡിങ് മെയിലാണ്, പഞ്ച് ഫേസാണ്. 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. എല്ലാ കാറ്റുകളും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഏഴ് മാസമായിട്ടുള്ള ഒരു കാലിക്കോ കളർ ഫീമെയിൽ ഡോൾ ഫേസിൻ്റെ സെമി അഡൽട്ട് കിറ്റനാണ് ഒന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 7 മാസം പ്രായമായിട്ടുള്ളൂ. നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ നല്ല ഹെയർ ക്വാളിറ്റിയുള്ള കാറ്റ്. 7000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഡോൾ ഫേസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ. അപ്പോൾ ഈ കാറ്റുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയച്ചു തരാൻ മറക്കണ്ട. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു അഡൽട്ട് മെയിൽ 2 വയസ്സ് പ്രായമുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ചോദിക്കുന്നത്. ലാബിൻ്റെ അഡൽട്ട് മെയിലിന് 2000 രൂപ. അതേപോലെ ലാബ് സാപ്സോൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതിനും ചോദിക്കുന്ന റേറ്റ് 2000 രൂപ തന്നെയാണ് ലാബ് സാപ്സോൻ്റെ മെയിലിന് ചോദിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളത്. അതേപോലെ ഒരു ലാബ് സാപ്സോൻ്റെ പപ്പി വന്നിട്ടുണ്ട്. അതിന് 5000 രൂപയാണ് ചോദിക്കുന്നത് ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. 3 ഡോഗ്സാണ് വന്നിരിക്കുന്നത്. ലാബ് മെയിൽ 2 വയസ്സായത് 2000 രൂപ, 1.5 വയസ്സായ ലാപ്സാപ്സിൻ്റെ മെയിൽ 2000 രൂപ, അതേപോലെ തന്നെ ഒരു ലാപ്സാപ്സിൻ്റെ ഫീമെയിൽ പപ്പി 5000 രൂപയാണ് ചോദിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് എല്ലാവരും നിന്നും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പെറ്റ്സ് ഫാമോ അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ മേഖലയിൽ ഫാമിംഗ് മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഡീറ്റെയിലും കാര്യങ്ങളും അയച്ചു തരാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നീടായാലും ഒരുപാട് എൻക്വയറീസൊക്കെ വരുന്നതായിരിക്കും. നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് എല്ലാവരും നിന്നും കിട്ടുന്നത്. നല്ല നല്ല എൻക്വയറീസ് ഉണ്ട് എല്ലാവർക്കും. അതുപോലെ നല്ല സെയിലും നടക്കുന്നുണ്ട്. അതുപോലെ നാടൻ കോഴി, ഫാൻസി കോഴി, അസീലുകൾ അങ്ങനത്തെ ഒക്കെ സെയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മൾ അതുപോലൊക്കെ നല്ല നല്ല സെയിൽ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. വിത്തിൻ 2 days തന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീ അഡോപ്ഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെറ്റ്സിനൊക്കെ വാങ്ങാൻ താല്പര്യം എടുക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൾ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോസ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ അഡോപ്ഷനിൽ നല്ല അടിപൊളി ഡോഗ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും.